ബാങ്ക് എക്സാം 2026 മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SBI POയുടെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഇത് പ്രോബ്ലംസ് ഓൺ ഏജസ് ആണ്. ഓക്കെ, ഇപ്പോൾ അരിത്തമാറ്റിക് തന്നെയാണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് ചെയ്ത് തുടങ്ങാം. ദ ഏജ് ഓഫ് റിയ ആഫ്റ്റർ 20 years വിൽ become 60% more than the age of Asha after 10 years, and the ratio of the age of Riya 10 years ago to that of Asha 20 years ago was 5:2. Find the sum of the present age of Asha and the age of Riya after 5 years. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഏത് ആദ്യം എടുക്കാം? നമുക്ക് റേഷ്യോയിൽ നിന്ന് എഴുതി തുടങ്ങാം. റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് റിയ 10 years ago. റിയയുടെ ഇപ്പോഴത്തെ പ്രായം 6 എന്നാണെങ്കിൽ 10 years ago മുമ്പുള്ളതും പിന്നെന്താണ് ആശ 20 years ago, ആശയുടെ 20 വർഷം മുന്നത്തെയും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് ശ്രദ്ധിച്ചോണം. ആ റേഷ്യോ 5:2. നിങ്ങൾ 5x 2x ഒന്നും എടുക്കുവാണെങ്കിൽ അത് 10 വർഷം മുന്നേ 20 വർഷം മുന്നത്തെയാണ് അവരുടെ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുകയാണ് ഏജ് ഓഫ് റിയ ആഫ്റ്റർ 20 years. ഇപ്പോൾ റിയയുടെ 10 വർഷം മുന്നത്തെ പ്രായം 5x ആണ്. അപ്പോൾ ആഫ്റ്റർ 20 years എന്ന് പറയുമ്പോൾ എന്താ? 10 വർഷം മുന്നേ എന്ന് പറയുന്നത് പ്രസൻറ്റിൽ നിന്നാണ്. അതേപോലെ പ്രസൻറ്റിൽ നിന്നാണ് എത്ര 20 വർഷത്തിന് ശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഗ്യാപ്പായി? 30 വർഷത്തെ ഗ്യാപ്പായി അല്ലേടെ. ഇപ്പോൾ പ്രസൻറ്റ് ഏജ് ഉണ്ട്, അതിൽ ഇത് 10 വർഷം മുന്നേ പോയി. പിന്നെ ആ പ്രസൻറ്റ് ഏജിൽ നിന്ന് 20 വർഷം മുന്നേ മീൻസ് ബാക്കിലോട്ട് പോയി, പിന്നെ 20 വർഷം മുമ്പോട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഗ്യാപ്പ് എത്രയായി? 30 വർഷമായി. ഓക്കെ, അപ്പോൾ 5x നിന്നും 30 വർഷമോടെ കൂട്ടണം. ഇതാണ്, അതായത് ഇവിടെ 5x എന്നും 2x എന്നും എടുക്കുന്നത് നിങ്ങൾ 10 വർഷം മുമ്പേ ഉള്ളതാണ്. 10 വർഷമോടെ കഴിഞ്ഞാലേ പ്രസൻറ്റ് ടൈം വരും. ആ പ്രസൻറ്റ് ടൈമിൽ നിന്ന് 20 വർഷമോടെ കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ 20 വർഷത്തിന് ശേഷമുള്ളതാവുന്നത്. ഓക്കെ ആണല്ലോ. ഇത് വിൽ ബിക്കം 60% മോർ. 60% 3/5. അത് കൂടുതലെന്ന് പറയുമ്പോൾ 8/5 എന്ന് എടുക്കണം. ഓക്കെ, 8/5 മോർ. 8/5. ഓക്കെ, ആശ ആഫ്റ്റർ 10 years. ആശയുടെ 10 വർഷത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ആശയുടെ 20 വർഷം മുമ്പത്തെയാണ് 2x എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 10 വർഷം കഴിയുമ്പോൾ അവിടെ എത്ര 30 ആണ് കൂട്ടേണ്ടത്. അതായത് 20 കൂട്ടുമ്പോൾ പ്രസന്റ് ആകും, പിന്നെ ഒരു 10 കൂടെ കൂട്ടണം. സോ 2x + 30. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുകയാണ്. 25x + 150 = 16x + 240. 25x 16x കുറയ്ക്ക് 9x, 240 150 കുറയ്ക്ക് 90, x 10 കിട്ടും അല്ലേ. ഓക്കെ, എക്സ് അപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണ്ടേ? അതിൻ്റെ സം ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് ആശ. ആശയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ 2x ഇവിടെ നമ്മൾ 2x 5x ഒന്നും എടുത്തേക്കാം കേട്ടോ, അത് ഓർത്തോണേ. അവിടെ എക്സ് 10 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന 20 എന്ന് പറഞ്ഞത് ആശയുടെ 20 വർഷം മുന്നത്തെ. പ്രസന്റിലോട്ട് വരുമ്പോൾ 40 ആവും. ഓക്കെ, ഇനി ആൻഡ് ഏജ് ഓഫ് റിയയുടേത് 5 × 10 50. 10 വർഷം പോയി. ഇപ്പോട്ട് വരുമ്പോൾ 60 ആവും. റിയയുടെ അപ്പോഴത്തെ അല്ല ഉണ്ട് 5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 65 40 തമ്മിലുള്ള സമ്മാണ് 105. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്തതെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് ആദ്യത്തേതിൽ നിന്ന് റിയയുടെ പ്രായം എന്ന് എടുത്ത് R-2 അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കുറച്ചുകൂടെ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും വേറെ സ്റ്റെപ്പ് വഴി ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടുന്നു എന്നൊന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ഔട്ട് ഓഫ് 40% of total students are boys and 75% of the girls are passed in the examination. If the total number of students in the class is 60 and the out of 70% of the total students are passed in the examination in the class, find the total number of boys. Okay, അപ്പോൾ in a class out of 40% total, അപ്പോൾ ടോട്ടൽ എത്രയും സ്റ്റുഡൻസ് ഉണ്ട്? ടോട്ടൽ പറഞ്ഞിട്ടുണ്ടോ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 60 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 60ൻ്റെ ഇത് ടോട്ടൽ. ഇപ്പം ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ബോയ്സ് എത്രയാണെന്ന് പറഞ്ഞത്? 40% ടോട്ടൽ സ്റ്റുഡൻസാ. 60ൻ്റെ 40% എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ 60 40 രണ്ടിൽ നിന്ന് ഓരോ 0 കട്ട് ചെയ്ത് 6 4 24 ബോയ്സ് ഉണ്ട്. എങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 36 ഗേൾസ് ആയിരിക്കും. ഓക്കെ ആണേ. ഇനി
75, അതായത് ഗേൾസിൽ നിന്ന് 75% ഗേൾസ് എന്താണ് പാസ്സായതാണ്. പാസ്സായത് അപ്പം ബാക്കി ഫെയിൽഡ് ആയവരും ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പാസും ഫെയിലും വേണ്ടി വരും. നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, വേണോ വേണ്ടതെന്ന് നോക്കാം. അപ്പൊ 36 പേരിൽ 75% പേര് പാസ്സായെന്ന്. ഗേൾസിൽ 75%. അപ്പൊ 36 75% 36 ഗുണം 3/4. 4ഉം ഇവിടെ 3/4 വരും. 4ഉം ഇതൂടെ ക്യാൻസൽ 9 3 27. ഇതൊക്കെ മൈൻഡിൽ തന്നെ കൂടുതൽ ചെയ്യാൻ പഠിക്കണം. അതല്ലെങ്കിൽ ആദ്യം സ്റ്റെപ്പുകൾ എഴുതി പിന്നീട് പയ്യെ നമുക്കത് ശീലമാവും. അടുത്തത് 27. ബാക്കി ഇപ്പോൾ ഫെയിൽഡ് ആയത് 9 ആയിരിക്കും. അതേപോലെ ഇനി പറഞ്ഞിട്ടുണ്ട് ഔട്ട് ഓഫ് 70% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ്, ടോട്ടൽ എത്ര പേരുണ്ടോ അതിൽ 70%, 60ന്റെ 70% എങ്ങനെയാണ് കാണുന്നത്? 60ന്റെ 70% 0 ക്യാൻസൽ 6 7 42 പേരാണ് പാസ്സായത്. ഇവിടെ ടോട്ടൽ 42 പേര് പാസ്സായി. അതിൽ 27 പേര് ഗേൾസിൽ നിന്നുള്ള, ബാക്കി ബോയ്സിൽ നിന്നുള്ളതായിരിക്കുമല്ലോ 15 പേര് അല്ലെ. 27 15 കൂടെ ചേരുമ്പോഴല്ലേ 42 ആവുന്നത്. 15 പേര് ഇവിടെ പാസ്സായെങ്കിൽ ഇവിടെ 9 പേര് ഫെയിൽ ആയി കാണും. ഇനി എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇത് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്. ബോയ്സ് ഹു പാസ്സായത് 15 ആയിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ എങ്ങനെയാണ് ആ സ്റ്റെപ്പായിട്ട് എഴുതി വന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ, ബി ആൻഡ് സി വെൻ ഫോർ ഡിന്നർ ടു എ റെസ്റ്റോറൻറ്റ്. മീൽ കോസ്റ്റ് ഓഫ് എ ഈസ് 40% മോർ ദാൻ ദാറ്റ് ഓഫ് ബി, while the cost of the meal of A was 2/3 of the meal cost of B. If B paid ₹200 for his meal, then find the average meal cost of all 3 persons. 3 persons ഉണ്ട്. ഓക്കെ, നമുക്ക് 3 പേരുടെ പേരെഴുതാം. ഇവർക്ക് 3 പേർക്കും മീൽസിനുള്ള കോസ്റ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ആരെങ്കിലും നമ്പർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം, അത് ആദ്യം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കോസ്റ്റ് ബി പെയ്ഡ് 200 എന്നാണ്. അപ്പം ബിക്ക് 200 ചിലവായി മീലിന്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇനി അടുത്ത മീൽ കോസ്റ്റ് ഓഫ് എ പറഞ്ഞിട്ടുണ്ട് ദ 40% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. ഇയാളെക്കാൾ 40% കൂടുതൽ. ഇപ്പൊ 100ന്റെ 40% എത്ര? 40. അപ്പൊ 200ന്റെ 40% എത്ര ആയിരിക്കും? 80 ആയിരിക്കും. അതുകൂടെ കൂടുമ്പോൾ 280 ആവും. 200ന്റെ കൂടെ 80 കൂടെ കൂടുമ്പോൾ ഓക്കെ ആണേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ മീൽ ഓഫ് എ. എയുടെ മീൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് സി ആണെന്ന്. ഈ എയുടെ മീൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിയുടെ എത്രയാണോ അതിന്റെ 2/3 ആണ്. അപ്പൊ തിരിച്ച് ഞാൻ പറയുകയാണ്, അപ്പൊ സിയുടെ എത്രയായിരിക്കും? എയുടെ ഇതിന്റെ 3/2 ആയിരിക്കും. ഓക്കെ, ഞാൻ തിരിച്ചു പറഞ്ഞ കാര്യം സി എന്റെ ഇനി കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 140 വരും. 140 ഗുണം 3 എത്ര? 14 ഗുണം 3 42. അപ്പൊ 420. ഒന്ന് 3 പേരുടെയും കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? ആവറേജ് മീൽ കോസ്റ്റ്. ഓക്കെ, 3 പേരുടെ ആവറേജ് ആണ്. എല്ലാം കൂടെ കൂട്ട്. ഇവിടെ 200 400 800 കഴിഞ്ഞിട്ട് ഒരു 80 20 ഉണ്ട്. ഇപ്പൊ 900/3 എത്ര? 300. അതായിരിക്കും ആവറേജ്. സിമ്പിൾ ആയിട്ട് ചെയ്യായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. An election was contested by only 2 candidates A and B. A got 54% of the total valid votes and 30% of the total votes were declared invalid. If the total votes were 20,000, find the difference between valid votes could be. Okay, അപ്പോൾ ഇലക്ഷൻ ആണ്. അപ്പോൾ ആകെ എത്ര വോട്ടുണ്ട്? 20,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. ടോട്ടൽ വോട്ടാണ്. അതിൽ 30% ഇൻവാലിഡ് എന്ന് പറഞ്ഞെങ്കിൽ ബാക്കി എത്ര? 70% ആയിരിക്കും വാലിഡ്. അതായത് അതിന്റെ 70% ആയിരിക്കും വാലിഡ്. ഇതിന്റെ 70% എങ്ങനെ കാണാം? പെർസെൻറ്റേജിലൂടെ 2 പൂജ്യങ്ങൾ പോയി 200 ഗുണം 7 14 കഴിഞ്ഞിട്ട് 1 2 200 ഗുണം 7 അല്ലേ, ഇവിടെ ഒരു പൂജ്യം ഉണ്ടല്ലോ അല്ലേ. അതായത് പെർസെൻറ്റേജിലൂടെ ഈ പൂജ്യങ്ങൾ 2 ക്യാൻസൽ ആയുള്ളൂ. അപ്പോൾ ഈ ഒരു പൂജ്യം ഉണ്ട്, മൊത്തം 3 പൂജ്യം. ഇതാണ് വാലിഡ് വോട്ട്സ് കേട്ടോ. മറ്റേത് ഇൻവാലിഡ്. ഇൻവാലിഡ് നമുക്ക് വേണ്ടല്ലോ, നമുക്ക് വാലിഡ് വോട്ടിൽ നിന്നല്ലയോ ജയവും പരാജയമൊക്കെ തീരുമാനിക്കുന്നത്. എയും ബിയും ഉണ്ട്. അതിൽ എക്ക് 54% വോട്ട് കിട്ടി. എങ്കിൽ ബാക്കി എത്ര? 46% ബിക്ക് ആയിരിക്കും കിട്ടിയത്. ഓക്കെ, ഇനി എന്താ നമുക്ക് ഇനി ഓരോന്നും കണ്ടുപിടിക്കണോ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 8% അല്ലയോ? 8% കണ്ടുപിടിച്ചാൽ മതി. 8% ഓഫ് എത്ര? 14,000ന്റെ 8% കാണാൻ എന്തോ ചെയ്താൽ മതി? ഈ പെർസെൻറ്റേജ് കൊണ്ട് 2 0 അവിടെയും ക്യാൻസൽ ചെയ്യുക. 140 8 കൂടെ ഗുണിക്കുക. 140 8 കൂടെ ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? 14നെ 8 കൊണ്ട് ഗുണിക്കും. 14നെ 8 കൊണ്ട് എങ്ങനെ ഗുണിക്കാം? 10 ഗുണം 8 എത്ര? 80. 4 ഗുണം 8 എത്ര? 32. 80 32 കൂട്ടിയാൽ 112. 112 കഴിഞ്ഞിട്ട് ഒരു 0. ഓക്കെ, 112 കഴിഞ്ഞിട്ട് ഒരു 0. ഓക്കെ, ഇതായിരിക്കും നമ്മളെ ആൻസർ. ഓക്കെ ആണല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ. A bought 2 bicycles. He sold the first bicycle at a profit of 40% and the second bicycle at a loss of 15%. If the selling price of both the bicycles is equal, that is 7140, find his overall profit or loss percentage കണ്ടുപിടിച്ചാൽ മതി. കറക്റ്റ് വാല്യൂ അപ്പം വേണ്ട, ഓവറോൾ പ്രോഫിറ്റാ. ഓവറോൾ പ്രോഫിറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്നില്ല, നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ചും ചെയ്യാം. ഞാൻ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് 40% ലാഭത്തിന് ആദ്യം ബൈസിക്കിൾ 1 വിറ്റത് എന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമുക്ക് റേഷ്യോ വെച്ചെന്ന് എഴുതാം. എങ്ങനെ? 40% അറിയാമല്ലോ, 2/5 അല്ലേ. 5 രൂപയുടെ സാധനമായിരുന്നെങ്കിൽ 2 രൂപ ലാഭവും കൂടെ ചേർത്തിട്ട് 7 രൂപയ്ക്ക് ഞാൻ വിൽക്കും. ഓക്കെ. അടുത്ത സെക്കൻഡ് ബൈസിക്കിൾ 15% നഷ്ടം. 15% എന്ന് വെച്ചാൽ 5% 1/20 ആണ്, 15% 3/20 വരും. എന്ന് വെച്ചാൽ 20 രൂപയുടെ സാധനം ആയിരുന്നുവെങ്കിൽ 3 രൂപ നഷ്ടം. ഇത് നഷ്ടമാണോ? നഷ്ടത്തിൽ 17 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടുത്തെ പ്രശ്നം ഇത് നമ്മൾ അസ്യൂം ചെയ്യണേ പെർസെൻറ്റേജ് വെച്ച്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഈ സെല്ലിംഗ് പ്രൈസ് രണ്ടും ഡിഫറൻ്റ് ആണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കാൻ പോവാം. അപ്പം പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് പരസ്പരം ഗുണിക്കുക. ഇതിനെ മൊത്തത്തിൽ 17 കൊണ്ടും ഈ 17 മൊത്തത്തിൽ 7 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ ഇത് വാല്യൂസ് എങ്ങനെ ചേഞ്ച് ആവും? 17 5 85, 17 7 എത്ര? 17 70, 7 7 49, 70 49, 119. അടുത്ത 20 ഗുണം 7 140, 17 ഗുണം 7 ഇവിടെ 119 ആണല്ലോ. ഇത് രണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പൊ ഇവിടെ ഇനി കറക്റ്റ് വാല്യൂ ആണ് 119 അല്ല 7140 എടുക്കണം. അത് 6th മൾട്ടിപ്പിൾ, അത് ഡയറക്റ്റ് കിട്ടും. അത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കണം, അത് കറക്റ്റ് പ്രൈസ്. പക്ഷെ നമുക്ക് കറക്റ്റ് പ്രൈസ് ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. ഓരോന്നിന്റെ ഓവറോൾ പ്രോഫിറ്റ് ചോദിച്ചോളൂ. ഓവറോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാണ്. ഇത് രണ്ടും വലിയ കോസ്റ്റ് പ്രൈസുകൾ നമ്മളുടെ രണ്ടും കൂടെ ഒന്ന് കൂട്ടിയ 14 തൊട്ട് 22 225 രൂപയുടെ സാധനമായിരുന്നു ടോട്ടല്. വിറ്റത് എത്ര? ടോട്ടല് 110 238. അപ്പൊ എത്ര രൂപ ലാഭം? 13 രൂപ ലാഭം. അത് എത്ര പെർസെന്റ് ആണെന്ന് നോക്കിയാൽ ഇത്രയും ചെയ്താൽ. അതല്ലാതെ ഇനി ഇവിടുത്തെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അത് ചോദിച്ചിരുന്നെങ്കിൽ ചെയ്യേണ്ടി വന്നേനെ. അപ്പൊ 225നെ 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 9 വരും. ഇവിടെ 4 വരും. അപ്പൊ 13 ഗുണം 4 മുമ്പേ നമ്മൾ ചെയ്ത 42, സോറി 40 52 52/9. 52നെ ഇവിടെ ഡയറക്റ്റ് കട്ടാവത്തില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ എല്ലാം നോക്കുക, മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പൊ 5 പ്രാവശ്യം ക്യാൻസൽ ആവില്ല. 9 5 45. അപ്പൊ 5 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7/9 ആയിരിക്കും. 5 7/9%. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇത് നിങ്ങൾ കറക്റ്റ് വാല്യൂസ് ഒന്നും എടുത്ത് വേണം എല്ലാവരും ചെയ്ത് നോക്കുക. അതായത് ഇവിടുത്തെ 119 പകരം 7140. അപ്പൊ 85 പകരം എത്ര കിട്ടുമെന്നും 140 പകരം എത്ര കിട്ടുമെന്നും ചെയ്തിട്ട് അതെല്ലാം അവിടെ ചെയ്താലും നമുക്ക് ഇത് തന്നെ. നമ്മളെന്തിനാ അത്രയും വലിയ നമ്പറിലോട്ട് പോകുന്നത്? മനസ്സിലായോ? നിങ്ങൾക്ക് വേണം അങ്ങനെ ചെയ്തു നോക്കാം. ഓക്കെ. ഇവിടെ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ എനിക്ക് ഓരോത്തിന്റെ പ്രൈസ് വല്ലതും വേണമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് കണ്ടുപിടിക്കേണ്ടി വന്നേനെ. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഷോപ്കീപ്പർ ബോട്ട് എ വാച്ച് ഫോർ ₹X and sold it at a profit of 5%. And the shopkeeper brought a ring for the same price and sold it at a profit of Y plus 10%. And the profit ratio obtained by the shopkeeper while selling the watch to ring is 3:4. Find the profit percentage. Okay. റിങ് സോൾഡ് ചെയ്തതിൻ്റെ ഒക്കെ ഒരു വാച്ചിൻ്റെ കാര്യം പറയുന്നത് X രൂപയ്ക്ക് വാങ്ങി എന്നിട്ട് Y% ലാഭത്തിൽ വിറ്റ്. അടുത്ത റിങ്ങിൻ്റെ കാര്യം പറയുകയാണ്, ഇത് X രൂപയ്ക്ക് തന്നെ വാങ്ങി Y plus 10% വിറ്റു. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റ് റേഷ്യോ ഓഫ് ദ പ്രോഫിറ്റിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരുടെ രണ്ടുപേരെ റേഷ്യോ ആണ് പറയുന്നത് 3/4 എന്ന്. അപ്പൊ ഇത് 3 യൂണിറ്റും ഇത് 4 യൂണിറ്റും. ഇവർ തമ്മിൽ ഡിഫറൻസ് എത്ര? 1 യൂണിറ്റ്. ഇവർ തമ്മിൽ ഡിഫറൻസ് എത്ര? 10%. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10% കിട്ടും. എങ്കിൽ ഇവിടുത്തെ 4 യൂണിറ്റിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ വരുന്ന 40% ആയിരിക്കും. അപ്പം നമുക്ക് അതല്ലേ അതിന്റെ പ്രോഫിറ്റ്. റിങ് സെല്ല് ചെയ്തതിന്റെ പ്രോഫിറ്റ് ആണ് ചോദിക്കുക. അപ്പൊ ഇത് 40% ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഇതല്ല 40%. ഇത്രയേ ഉള്ളു ചെയ്യുക. അത് സിമ്പിളായിരുന്നു. അത്രയും തന്നെ ഉള്ളൂ. അത് പ്രോഫിറ്റ് അതൊക്കെ അത് തന്നെ ഉള്ളു ചെയ്യാൻ.
ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. 300% ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റിജർ ഈസ് 4 മോർ ദാൻ ദ തേർഡ് ഇൻറ്റിജർ ആൻഡ് ദ സെക്കൻഡ് ഇൻറ്റിജർ ഈസ് 3 ലെസ് ദാൻ ദ തേർഡ് ഇൻറ്റിജർ. ദ സം ഓഫ് ദ 3 integers ഈസ് 31. ഫൈൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻറ്റിജർ എമംഗ് ദ 3. ഓക്കെ, അപ്പം 3 ഇൻറ്റിജേഴ്സ് ഉണ്ട്, എ ബി സി. ഫസ്റ്റ് ഇൻറ്റിജർ ഈസ് 4 മോർ ദാൻ ദ 300%. ഇതിൻ്റെ 300% നമുക്ക് 3 എന്ന് എടുക്കാം. 3 ആയിരിക്കും 300% ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റിജർ ഈസ്, അതെന്ന് പറയുന്നത് 4 മോർ ദാൻ ദ തേർഡ് ഇൻറ്റിജർ. തേർഡ് ഇൻറ്റിജറിനേക്കാളും 4 കൂടുതലാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഇൻറ്റിജർ ഈസ് 3 ലെസ് ദാൻ. സെക്കൻഡ് ഇൻറ്റിജർ എന്ന് പറയുന്നത് 3 ലെസ് ദാൻ ദ തേർഡ് ഇൻറ്റിജർ. തേർഡ് ഇൻറ്റിജറിനേക്കാളും 3 കുറവാണ്. ഓക്കെ, എന്നിട്ട് സമ്മ് പറഞ്ഞിട്ട്, അപ്പോൾ സമ്മ് 3 പേരുടെ 31 എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്ക് പകരം C+4/3 എന്ന് എടുക്കാം, ബിക്ക് പകരം C-3, അടുത്ത സിക്ക് പകരം C എന്ന് തന്നെ എടുക്കാം. ഇതിൻ്റെ എല്ലാത്തിനും സമ്മ് ഇങ്ങനെ എടുത്താൽ എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിലാവും. ഇപ്പോൾ ഇവിടെ സിയും കൂടെ കൂട്ടിയാൽ 2C-3 ആവും. -3 അപ്പുറം പോട്ടെ, ഇവിടെ +3 ആവും. അപ്പം 2C ഉണ്ട്, 2C ഇവിടെ 6C + C+4/3 31. ഓൾറെഡി 3 കൂടെ 34 ആവും. ഇനി 4 + 4 അപ്പുറം പോകുമ്പോൾ 30 ആവും. അപ്പോൾ ഗുണിച്ചേ, ഇവിടെ 90 ആയി. 30 × 3 ഇവിടെ 34. ഓക്കെ, ഡയറക്റ്റ് പറ്റത്തില്ലല്ലോ. 34 × 3 90. സോറി, ഇപ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമ്മളിവിടെ മൊത്തത്തിലല്ലേ ചെയ്തിരിക്കുന്നത്. 90 3 4 12 112. ദെൻ ഇവിടെ 7C + 4 ആണ് 112. ഇപ്പോൾ 7C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കുറച്ച് 98 വരും. ഇത് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. 14 ഉണ്ട്, അപ്പോൾ C14 കിട്ടി. C14 കിട്ടി, ഓരോരുത്തരും കണ്ടുപിടിക്കും. 14 × 4 18. 18 3 ടൈംസ് വരണമെങ്കിൽ എ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ബി എത്ര ആയിരിക്കും? 14 ൽ 3 കുറച്ച് 11 ആയിരിക്കും. സി ഇപ്പം എത്ര ആയിരിക്കും? സി ഇതിൻ്റെ ബാക്കി സമ്പെടുത്താൽ 11 6 17, ബാക്കി 14. എയും ബിയും സിയും കിട്ടി. ഇതിനകത്ത് ഇനി എന്ത് ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ 11 ആയിരിക്കും. ഫസ്റ്റ് ലാർജസ്റ്റ് നമ്പർ 14, പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് 11. 8. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സർക്കിൾ വിച്ച് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ റെക്റ്റാങ്കിൾ ഹൂസ് ലെങ്ത്? അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യണമെങ്കിലേ ആ ഒരു സർക്കിൾ ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും ബ്രെഡ്ത്ത് എന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഡയമീറ്ററും ബ്രെഡ്ത്ത് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയായിരിക്കും ഈ റെക്റ്റാങ്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഡയമീറ്റർ ബ്രെഡ്ത്ത് എന്ന് എടുക്കണ, ഇവിടെ ബ്രെഡ്ത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. ബ്രെഡ്ത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ലെങ്തിൻ്റെ 56%. ലെങ്ത് 75 എന്ന് പറഞ്ഞിട്ടുണ്ട്. 56%, 56/100 എന്ന് എടുക്കുകയാണെങ്കിൽ 25 കൊണ്ട് ക്യാൻസൽ ചെയ്യും. 4 25 കൊണ്ട് 3, 4 വെച്ച് 14, 14 × 3 32, 42 കിട്ടി. അപ്പോൾ ബ്രെഡ്ത്ത് 42 കിട്ടി. അതിൻ്റെ പകുതി ആയിരിക്കും ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പോൾ റേഡിയസ് 21. എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഓഫ് ദ സർക്കിൾ 22/π × r². 21 × 21 എഴുതാൻ 7 × 3. ഓക്കെ, അപ്പോൾ 21 × 3 63-നെ 22 കൊണ്ട് ഗുണിച്ചാൽ 22 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമൊഴി പറഞ്ഞുതരാം. 11 2 22-ന് വരാം. അപ്പോൾ 65-നെ 11 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണല്ലോ. ഡിജിറ്റ് ആഡ് ചെയ്താൽ മതി. ആദ്യം ഈ ഡിജിറ്റ് എഴുതുക, 6 3 ആഡ് ചെയ്ത് 9 എന്ന് എഴുതുക, പിന്നീട് ആ ഡിജിറ്റ് എഴുതുക. ഇതിൻ്റെ 2 ടൈംസ് ഇവിടെ 6, 18-ന് 8 ശിഷ്ട 1 12 1 13 1386 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം അറ്റ് 8.4% per annum after T years becomes ₹6,300. Okay, at what rate of interest simple interest on the same sum of money after T years become 4800. ഓക്കെ, അതായത് ഇപ്പൊ എത്രയോ ഒരു സം ഉണ്ട്, നമ്മൾ ചുമ്മാ എക്സ് എന്ന് എടുക്കുക. അതിന്റെ 8.4% പെർ ആനം, ഒരു വർഷം എത്രയും രീതിയിൽ T വർഷത്തേക്ക് 6300 പലിശ കിട്ടും. ഇതാണ് പലിശ. അടുത്തത് ഇതേ സമ്മ് റേറ്റ് പെർസെൻറ്റേജ് അറിയത്തില്ല, കണ്ടുപിടിക്കണം റേറ്റ് പെർസെൻറ്റേജ്. അതും T വർഷത്തേക്ക് അത് 4800. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ഒന്ന് എടുത്തേ നിങ്ങൾ. അപ്പം ഇതും കട്ടാവത്തില്ലേ, ഇതും കട്ടാവത്തില്ലേ,
ഇവിടെ ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്കിത് പെട്ടെന്ന് ചെയ്യാമല്ലോ. ഈ റേഷ്യോ മാത്രം എടുത്താൽ മതി. ഇവിടെ ആദ്യമേ ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 21 കിട്ടും. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ 16. പിന്നീട് പറ്റത്തില്ലല്ലോ. ഇവിടെ ഇനി 7 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 7 3 21. അപ്പോൾ 12 7 12 അല്ല 1.2 വീണ്ടും 3 കൊണ്ട് ചെയ്യാം 0.4. അപ്പോൾ 16 ഗുണം 4. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. 6% എന്ന് പറയുന്നത് 16 ഗുണം 4 64. അതിനൊരു പോയിന്റ് എടുത്തോളൂ. 6.4% 6.4 ഉണ്ടോ? ഓക്കെ 6.4%. അപ്പോൾ ആ റേഷ്യോ എടുക്കുക. ഓക്കെ 10. In jar A, the ratio of milk to water is 3:x. In jar B, the ratio of milk to water is 7:5. Equal quantities of the mixture from both jars are mixed together to form a new mixture in jar C. The ratio of milk to water in jar C is 13:11. Find the value. Okay. അത് നമുക്കിത് അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മിൽക്കിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അലിഗേറ്റ് ചെയ്യാൻ പോവുക. മിൽക്ക്, അതായത് ആദ്യത്തെ ജാർ എയിൽ മിൽക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞേ. മൊത്തം യൂണിറ്റിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഇത് റേഷ്യോ ആണ്. അതായത് മൊത്തം ഞാൻ ഇപ്പോൾ 3:5 ആയിരുന്നെങ്കിൽ ടോട്ടൽ 8 യൂണിറ്റ് ഇല്ലയോ? ആ 8 യൂണിറ്റിൽ 3 യൂണിറ്റ് ഇല്ലയോ മിൽക്ക്? ഇപ്പോൾ ഇവിടെ എക്സ് ആയി പോയതാണ് പ്രശ്നം. അപ്പോൾ 3 + X-ൽ 3 യൂണിറ്റ് ആണ് മിൽക്ക്. അത് ഓക്കെ ആണോ? അടുത്ത ജാർ ബി. അപ്പോൾ ജാർ ബിയിൽ എത്ര ഇന്നിവിടെ ടോട്ടൽ 12 ഉണ്ട്. അതിൽ 7 ആണ് മിൽക്ക്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാ? മൊത്തം 24 യൂണിറ്റിൽ 13 യൂണിറ്റ് മിൽക്ക് ഉള്ളത്. ഓക്കെ, ഇതാണ് അലിഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഫൈനൽ ഒരു കാര്യം അറിയാം. എന്തോ അവർ പറഞ്ഞു ഈക്വൽ ക്വാണ്ടിറ്റീസാണ്. എടാ ഞാൻ എപ്പോഴും മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ചുമ്മാ എല്ലാവരും അലിഗേറ്റ് ചെയ്യും, പക്ഷെ എന്താ കിട്ടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് അറിയത്തില്ല. അതായത് ഇവിടെ ഏത് ക്വാണ്ടിറ്റി എടുത്താണോ നിങ്ങൾ അലിഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസ്, അതായത് അതിൽ ടോട്ടൽ ഏതിലാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ അല്ലേ, ഈ ടോട്ടലിൻ്റെ റേഷ്യോ ആയിരിക്കും ഫൈനലി കിട്ടുന്നത്. അപ്പോൾ ഫൈനലി കിട്ടുന്നത് ഈക്വൽ ക്വാണ്ടിറ്റിയാന്ന് പറഞ്ഞുകൊണ്ട് 1:1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1:1 കിട്ടണമെങ്കിൽ ഇനി നമുക്ക് കറക്റ്റ് ഇവിടെ ഇപ്പോൾ ഏത് നമ്പർ വന്നാലും ഇപ്പോൾ 5 വന്നാലും 1 കട്ട് ചെയ്ത് 1:1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 10 വന്നാലും അപ്പോൾ കറക്റ്റ് ഏത് നമ്പറാന്ന് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 7/12 13/24. ഇതിപ്പോൾ വലുത് ഏതാണെന്ന് ഇങ്ങനെ നോക്കും. നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ എടുത്തേ 14/24. അപ്പോൾ ഇതല്ലേ വലുത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 1/24 അല്ലേ വരുന്നത്. അപ്പോൾ 1:1 എന്ന റേഷ്യോയിൽ വരണമെങ്കിൽ ഇയാളും എത്രയായിരിക്കും? 1/24 ആകണ്ടേ. അപ്പോൾ 13/24 എത്ര കുറച്ചാലും 1/24 കിട്ടും? പറ. 12/24 കുറയ്ക്കുമ്പോഴല്ലേ 13/24 എത്ര കുറച്ചാലാണ് 1/24 കിട്ടുന്നതെന്ന്. അതായത് 12/24 കുറയ്ക്കണം. ഇവിടെ പക്ഷെ 12 ആണോ? അല്ല. ഇപ്പം ഞാൻ മോളിൽ 4 കൊണ്ട് ഗുണിച്ച്, ഇവിടെ അപ്പം 4 കൊണ്ട് ഗുണിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 4 12 ആയി. 12 4x ആവും. ഓക്കെ, 12 + 4x അല്ലേ. ഇത് എത്ര വരണം? എനിക്ക് 24 വരണം. അപ്പം 4x എത്ര ആയിരിക്കും? 12. അതിൽ നിന്ന് എക്സ് എത്ര ആറ്റി? 3 കിട്ടിയാലേ പറ്റത്. എക്സിൻ്റെ ആൻസർ കിട്ടി 3. എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? എക്സിൻ്റെ ആൻസർ കിട്ടി 3. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 3 നിട്ടേ. 3 3 6 3/6. 3/6 13/24. അപ്പം ഞാൻ ആൻസറിൽ നിന്ന് വരുവാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഞാൻ 3 ആണ് ആൻസർ. 3 ആണ് ആൻസർ എങ്കിൽ ഇത് 3യും 3യും കൂടെ ആഡ് 6 വരും. 3/6 എത്ര? 3/6 അതേപോലെ തന്നെ എടുത്തു. ഇതിൽ നിന്ന് 3/6 കുറയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? എങ്ങനെയാ? എളുപ്പം വേണ്ടി നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കുമല്ലോ. അപ്പോൾ 12/24 കുറച്ചപ്പോൾ 1/24 വന്നുണ്ടോ? അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 3 വന്നാലേ കിട്ടും. അത് നമ്മളൊരു ഗസ്സിലാണ് ചെയ്തത്. 13/24 എത്ര കുറച്ചാൽ 1/24 കിട്ടും. എന്നാലേ റേഷ്യോ 1:1 ആവും. സോ എക്സ് 3. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് മെത്തേഡ്. അല്ലാതെ നിങ്ങൾ ഏത് വഴി ചെയ്താലും ഒരുപാട് സ്റ്റെപ്പ് വേണ്ടി വരും. സോ ഒന്നുകൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കി എടുക്കണേ. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 2.5 ടൈംസ് ദ അപ്സ്ട്രീം സ്പീഡ്. ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് 2.5 ടൈംസ് എന്ന് വെച്ചാൽ എന്താ? 5/2. 5ന്റെ പാതിയാണ് 2.5 ഓഫ് അപ്സ്ട്രീം സ്പീഡ്. അപ്പോൾ ഞാൻ ഇതിൽ ബോട്ടിൻ്റെ സ്പീഡ് ബൈ അപ്സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോ എനിക്ക് എഴുതാം അല്ലേ? 5/2. ഞാൻ ഇതെല്ലാം നോട്ട് ചെയ്യാം. ബോട്ടിൻ്റെ സ്പീഡ്, സ്ട്രീമിൻ്റെ സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്, അപ്സ്ട്രീം സ്പീഡ്. നമുക്കറിയാമോ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും കൂട്ടുമ്പോഴാണ് ഡൗൺ സ്ട്രീം സ്പീഡ്.
ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് അപ്സ്ട്രീം സ്പീഡ്. അതിൽ ബോട്ടിൻ്റെ സ്പീഡ് 5 യൂണിറ്റ് എന്നും അപ്സ്ട്രീമിൻ്റെ സ്പീഡ് 2 എന്നും പറഞ്ഞു. അപ്പോൾ 5-ൽ നിന്ന് എത്ര കുറച്ചപ്പോഴാണ് 2 വന്നത്? 5-ന് എത്ര കുറച്ചാല? 3 കുറച്ചാല. അപ്പോൾ 5 3 കൂട്ടിയ 8. 8. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ദ ബോട്ട് ടേക്സ് 6 hours ലെസ് ടു കവർ d കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇൻ ഡൗൺ സ്ട്രീം ദാറ്റ് ഇൻ അപ്സ്ട്രീം. ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും കൂടെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ 8:2. അതിനെ തിരിച്ചിട്ടാൽ വേണേൽ ടൈമിൻ്റെ റേഷ്യോ കിട്ടും 2:8. ഇവിടെ റേഷ്യോ എടുത്താൽ 1:4 അല്ലേ? വ്യത്യാസം 3 യൂണിറ്റാണ്. 3 യൂണിറ്റിന് വരെ ഇവിടെ 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റ് നമുക്ക് 2 എന്ന് എടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഫൈനലി ചോദിച്ചിരിക്കുന്ന ഇനി അതിൽ ഏത് വേണമെങ്കിലും 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി അതേ d കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു കവർ d കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം ആൻഡ് ഔട്ട്സ്ട്രീം. ഇതാണ് നമ്മുടെ ടൈമിൻ്റെ റേഷ്യോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായത് സ്പീഡിൻ്റെ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോ ആണ് 2:8. ഇത് ഡൗൺ സ്ട്രീമിൻ്റെയും അപ്സ്ട്രീമിൻ്റെയും കൂടെ സ്പീഡിൻ്റെ റേഷ്യോ ആണ് 2:8. സ്പീഡിൻ്റെ റേഷ്യോ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ടൈമിൻ്റെ റേഷ്യോ കിട്ടും 1:4. ആ വ്യത്യാസമാണ് 3 യൂണിറ്റ് കിട്ടുന്നത്. അതിന് പകരം 6 കിട്ടി. അപ്പോൾ കറക്റ്റ് വാല്യൂ എത്ര ആയിരിക്കും? 2. കറക്റ്റ് വാല്യൂ എത്രയായിരിക്കും? 2 കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈനലി എന്താണെന്ന് നോക്കിയേ. d കിലോമീറ്റർ ഡിസ്റ്റൻസ് പോകാനുള്ള അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമിൻ്റെ ടൈമാണ്. ടൈമിൻ്റെ സം ഇവിടെ എത്ര? മൊത്തം 5. 5-നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 5-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. സോ 10 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ടൈം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ആ റേഷ്യോ എഴുതുക, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക, ദെൻ കറക്റ്റ് വാല്യൂയിലോട്ട് പോവുക. Pipe A, B and C together can fill a tank in x minutes, and pipe A and B alone can fill the tank in x by 4 minutes and x by 5 minutes respectively. Pipe C alone can empty the tank in 10 minutes and okay. എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണ് എക്സ് മിനിറ്റ് കൊണ്ട്. എക്സ് എത്രയാണെന്ന് അറിയത്തില്ല. ഇനി എ x/4 മിനിറ്റ് കൊണ്ട്, ബി x/5. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ അങ്ങ് കളയണം. ന്യൂമറേറ്റർ എക്സിൻ്റെ LCM എത്ര? എക്സ് തന്നെ. ഇത് ടോട്ടൽ വർക്കായിട്ട് എടുക്കണം. അങ്ങനെയാണ് ഇയാളുടെ എഫിഷ്യൻസി 1, ഇയാളുടെ എഫിഷ്യൻസി 4 ആയിരിക്കും. കാര്യം ഇതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് കിട്ടും. ഇയാളുടെ എഫിഷ്യൻസി 5 ആയിരിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സി ഡ്രെയിൻ ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും ബിയും കൂടെ ഇവർ രണ്ടുപേരുടെ ചേർന്ന് 9 യൂണിറ്റ് വർക്ക് ചെയ്യും. പക്ഷെ സിയുടെ ചേരുമ്പോൾ 1 യൂണിറ്റ് വർക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ സി എത്ര ആയിരിക്കും കളയുന്നത്? 8 യൂണിറ്റ് വർക്കായി. 8 യൂണിറ്റ് ആയിരിക്കും -8 യൂണിറ്റ്. ഇത് -8 പറഞ്ഞാൽ 8 യൂണിറ്റ് കളയുകയാണ്. അപ്പോൾ 8 യൂണിറ്റ് കളയാൻ എത്ര മിനിറ്റ് എടുക്കും? 8 യൂണിറ്റ് ഡ്രെയിൻ ചെയ്യാനാണ് 10 മിനിറ്റ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്ര എടുക്കാം? ടോട്ടൽ അപ്പോൾ 80 യൂണിറ്റ് എന്ന് എടുക്കാം. എന്തെന്ന് എടുക്കാം? 80 യൂണിറ്റ്. അപ്പോൾ 80 യൂണിറ്റ് വർക്കാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ. അതായത് 80 ടോട്ടൽ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമല്ല ഓരോ യൂണിറ്റും, അതായത് ഓരോ മിനിറ്റിലും 8 വീതം 10 മിനിറ്റ് കൊണ്ട് അതിന് ഫുള്ള് ഡ്രെയിൻ ചെയ്യാൻ പറ്റട്ടെ. മൊത്തം 80 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഓരോ മിനിറ്റ്, അതായത് ഇത് 10 മിനിറ്റ് കൊണ്ട് വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്ത്, അതായത് 10 മിനിറ്റ് കൊണ്ട് 80 ലിറ്റർ വെള്ളവും പറ്റും. അപ്പോൾ ഓരോ മിനിറ്റിലും എത്ര വീതം ചെയ്യണം? 8 യൂണിറ്റ്, അതായത് 8 യൂണിറ്റ് വീതമാണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് വന്നത്. അപ്പോൾ ഓരോ മിനിറ്റിന് 8 വീതം മൊത്തം 80. അപ്പോൾ ടോട്ടൽ വർക്ക് 80 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി എന്താ ചോദിച്ചാൽ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പൈപ്പ് എ എലോൺ ടു ഫിൽ ദ ടാങ്ക്. ഇനി എയുടെ എഫിഷ്യൻസി 4. അപ്പം 4 യൂണിറ്റ്, ഓരോ സമയം 4 യൂണിറ്റ് വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ 80 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 4 × 20 ആയിരിക്കും. അപ്പോൾ 20 മിനിറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ. ഓക്കെ. അടുത്ത ഡി എയിലോട്ട് വന്നു. മന്ത്ലി സെൽ ടാർഗറ്റ് ഓഫ് എ കമ്പനി ഈസ് ₹50 lakhs and 1% of sell target distributed as incentive in various department of the company. Table show the percentage distribution of incentive received by various departments and total number of employees in each. ഓക്കെ. അതായത് മൊത്തം ഇവർക്ക് 50 ലക്ഷം ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ 1%
എന്ത് ഇൻസെൻറ്റീവ് കിട്ടും. 50 ലക്ഷത്തിൻ്റെ 1% എത്ര? 1% വെച്ചാൽ 1/100. അപ്പോൾ 50/100 വരും. 1/2 എന്ന് വെച്ചാൽ 1/2 ലക്ഷം. 50 ലക്ഷത്തിൻ്റെ 1% വെച്ചാൽ 1/2 ലക്ഷം. 1/2 ലക്ഷം എത്രയാണ്? 50,000 രൂപയാണ്. അപ്പോൾ ഇവരുടെ ഇൻസെൻറ്റീവ് ഓർത്തോണം, 50,000 രൂപയാണ് ഇൻസെൻറ്റീവ്. ഇനി എന്ത് പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ നമ്പർ. അപ്പോൾ എല്ലാവർക്കും കൂടെ കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്കുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ 50,000ത്തിൻ്റെ ടോട്ടൽ 50,000 രൂപ ഇവർക്ക് ഇൻസെൻറ്റീവ് കിട്ടും. അതായത് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻസെൻറ്റീവ് റിസീവ്ഡ് ബൈ വേരിയസ്. അപ്പോൾ 35% HR ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടും. ആ 50,000ത്തിന് 10% ഈ കണ്ടന്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും. അങ്ങനെ ഓരോന്ന്. ഇത് 20%, തെളിഞ്ഞിട്ടില്ല. 20%. ഇവിടെ 60 തെളിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി 60, 150 ബാക്കിയൊക്കെ കാണാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ഫൈൻ. അപ്പോൾ ഈ 35% ഇവിടെ കിട്ടും, 10 അങ്ങനെ ഇതാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഇതിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. 50,000ത്തിൻ്റെ 10% അത്ര ഒരു 0 കട്ട് ചെയ്താൽ മതി, 5,000 ആയിരിക്കും. ആ 5,000 രൂപ 150 പേർ കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ട ഈക്വലായിട്ട്. കാര്യം ഇൻസെൻറ്റീവ് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണമല്ലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ. അങ്ങനെയാണ്. അപ്പം നമുക്ക് വേണം ഓരോരുത്തരുടെ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇനി ചെയ്യാം. അപ്പോൾ 50,000 ആണ് ടോട്ടൽ. പിന്നെ ഈ നമ്പറുകൾ ഓർത്തോണം. വാട്ട് ഇൻസെൻറ്റീവ് ഗിവൺ ടു ഈച്ച് എംപ്ലോയി? HR ഡിപ്പാർട്ട്മെൻറ്റ്. HR ഡിപ്പാർട്ട്മെൻറ്റ് ആകെ 50,000 രൂപയിൽ 35% വെച്ചാൽ 35/100 കിട്ടും. 50,000ത്തിന് 35/100 കിട്ടും HR ഡിപ്പാർട്ട്മെൻറ്റ്. അത് എത്ര പേർക്ക് കൊടുക്കണം? ഇത് ഇത്രയും എമൗണ്ട് കിട്ടും. ഇതേ ഡിവൈഡ് ബൈ 60 പേർക്ക് കൊടുക്കണം. ഇത് ഡിവൈഡ് ബൈ 60 ആകുമ്പോൾ ഇൻറ്റു 1/60 എന്ന് വരും. ഡിവൈഡ് ബൈ 60 60/1. ഓക്കെ, ഇപ്പോൾ ഇൻറ്റു 1/60. 2 0 2 0 പോയി. 1 0 1 0 ഇവിടെ പോയി. ഇത് കറക്റ്റ് ക്യാൻസൽ ആവുന്ന നമ്പർ അല്ലല്ലോ. വാട്ട് ഈസ് ഓക്കെ. അപ്പോൾ 6ന്റെ പാതി എടുത്താൽ 3, ഇവിടെ 25. 25 × 35/3. 25 × 35 എത്ര? 25ന് 35ന് നടുക്കുള്ള നമ്പർ ആണ് 30. 30ൻ്റെ സ്ക്വയറിൽ നിന്ന് 5ൻ്റെ സ്ക്വയർ പറയും. 30ൻ്റെ സ്ക്വയർ 900. അതിൽ നിന്ന് 5ൻ്റെ സ്ക്വയർ കുറച്ചാൽ 25. 925 കുറച്ചാൽ 875/3. 3 ആക്കണമെങ്കിൽ 29 × 3 എത്ര? 60 870. അപ്പോൾ 291 പോയിന്റ് സംതിങ് ഉണ്ട്. ഇതായിരിക്കും വാല്യൂ. അത് കറക്റ്റ് കണ്ടുപിടിക്കണം. കാര്യം അവിടെ നമുക്ക് എല്ലാ ഡെസിമലിലാണ് കിടക്കുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ റേഷ്യോ പെർ ഹെഡ് ഇൻസെൻറ്റീവ് ഗിവൺ ടു എംപ്ലോയീസ് ഓഫ് ബ്ലോഗിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു ദാറ്റ് ഓഫ് SEO ഡിപ്പാർട്ട്മെന്റ് എന്ന് റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ബ്ലോഗിംഗ് ഡിപ്പാർട്ട്മെന്റിന് നോക്കാം. 15% ഓരോരുത്തർക്കാണോ പെർ ഹെഡ് ഇൻസെൻറ്റീവ്. അപ്പം 50,000 ഉണ്ട്. ശ്രദ്ധിച്ചോണേ, ഒറ്റ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം? ബ്ലോഗിങ് അല്ലേ ഇവിടെ ആദ്യം. 15% 15/100. അതിന് ഇനി എത്ര പേരുണ്ട്? 80 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ബൈ 80 വരും. ഇൻറ്റു 1/80 എന്ന് വരും. ഇവിടെ 1 2 3 പൂജ്യങ്ങൾ വെട്ടി. ഇവിടെയും ക്യാൻസൽ ചെയ്യാൻ ഇനി പറ്റത്തില്ല. നമുക്ക് റേഷ്യോ ആയതുകൊണ്ട് ഞാൻ അതാണ് കിട്ടിയിരിക്കുക. ചിലപ്പം അടുത്തത് ക്യാൻസൽ ആയ പോലെ. പിന്നെ അടുത്തത് എന്താ? ബ്ലോഗിംഗ് ഡിപ്പാർട്ട്മെന്റ് SEO ഡിപ്പാർട്ട്മെന്റിൽ 20% ആണേ. അപ്പോൾ 50,000 20%. ഇനി ഓരോരുത്തർക്ക് എത്ര പേരുണ്ട്? 60 പേരുണ്ട്. അപ്പോൾ 1/60. 1 2 3 0 1 2 3 0. അപ്പോൾ ബാക്കിയുള്ളവർ 50 50 അങ്ങ് പോട്ട്. ഇനി 15 ഉണ്ട്. 15 20 3 5 15 4 5 20. ഇനി 4 2 2 3. ബാക്കിയുള്ളത് ഇവിടെ 3/8 ഉണ്ട്. ഇപ്പോൾ 4/6 ക്യാൻസൽ ചെയ്താൽ 2/3 വരും. ഇതേ ഡിവൈഡ് ബൈ 2/3. അപ്പോൾ 3/2. 9:16 വരും. ഓക്കെ, 9:16. അത് കറക്റ്റ് നോക്കി ചെയ്തില്ലെങ്കിൽ വിഷയമാണ്. അതാണ്ട്
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ രണ്ടും ഒരുമിച്ച് എഴുതിയാൽ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ഇത് രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പ് എഴുതിയായിരുന്നെങ്കിൽ ബാക്കി ഇത് കറക്റ്റ് നോക്കി ക്യാൻസൽ ചെയ്യണം കേട്ടോ. ഇതൊന്ന് കറക്റ്റ് ആണോന്നൊന്നും ചെക്ക് ചെയ്തേക്കണേ. 9/60. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഇൻസെൻറ്റീവ് ഗിവൺ ടു ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കണ്ടന്റ് SEO ആൻഡ് DTP? ആവറേജ് ഓഫ് ദ ഇൻസെൻറ്റീവ്. അപ്പോൾ കണ്ടന്റിൽ കൊടുത്തത് 10%, 50,000 10% 5,000 വരും. പ്ലസ് SEOയിൽ കൊടുത്ത 20%, അപ്പോൾ 10,000 വരും. പ്ലസ് DTP അതും 10,000 ആണ്. ഇതിൻ്റെ ആവറേജ് 25,000 ആവറേജ് എത്ര കിട്ടും? 8,331 പോയിന്റ് ആയിരിക്കും. അതായത് 25,000 കറക്റ്റ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതായത് 8,300 സംതിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ആവറേജ് ചോദിച്ചുകൊണ്ട്. 16 പെർ എംപ്ലോയി ഇൻസെൻറ്റീവ് ഗോയിങ് ടു കണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പെർ എംപ്ലോയി ഇൻസെൻറ്റീവ് ഗിവൺ ടു ദ കണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പെർ എംപ്ലോയി ഇൻസെൻറ്റീവ് ഗിവൺ ടു കണ്ടന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് 50,000 10% 5,000 കിട്ടും. 5,000/150 വരെ ഒരാൾക്കുള്ള ഇതും. അതേപോലെ വാട്ട് പേഴ്സൻറ്റേജ് ലെസ് ദാൻ എംപ്ലോയി ഇൻസെൻറ്റീവ് കൊണ്ട് HR ഡിപ്പാർട്ട്മെന്റിന്റെ 35%, അതായത് 5,000 അവിടെ 35% ടോട്ടല്. അതേ ബൈ 60, അതാണ് പെർ എംപ്ലോയി. ഓക്കെ, എന്നിട്ട് എത്ര പെർസെൻറ്റേജ് ആണെന്നൊന്ന് ചെയ്യണം. ഇത് അപ്രോക്സിമേഷൻ ആണ്, ശ്രദ്ധിച്ചാണ്. അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആൻസർ എന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഡിസൈഡ് മാക്സിമം ഇൻസെൻറ്റീവ്. ഓക്കെ, ഇതിന് എന്തായാലും നമ്മൾ ഇൻസെൻറ്റീവ് എല്ലാം കണ്ടുപിടിക്കണം. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ വേറൊരു എളുപ്പവഴി, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനൊരു വഴി പറയാം. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇൻസെൻറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഇതിനെ ഓരോന്ന് 60 ഡിവൈഡ് ചെയ്യണം. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ശതമാനം കിട്ടിയിരിക്കുന്നത് 35%. അതാണ് ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. കാര്യം അവിടുത്തെ ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ ഈ ഏറ്റവും 500 പേരുണ്ടെന്ന് കരുതുക. അപ്പോൾ 500 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെർ എംപ്ലോയി അല്ലേ റിസീവ്ഡ് മാക്സിമം പെർ എംപ്ലോയി ഇൻസെൻറ്റീവ് കുറയത്തില്ലേ? പക്ഷേ ഇവിടെ നോക്കിയാൽ 35% ഉള്ള ആൾക്ക് 60 ഉള്ളൂ, 60 എംപ്ലോയീസ് ഉള്ളൂ. അപ്പോൾ 60 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി പിന്നീട് ഏറ്റവും കൂടുതൽ 20% ഉള്ളവർക്ക് തന്നെ 60-65 ഉണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് കുറവായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ തന്നെ നമ്പർ വന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് പറയാം, HR ഡിപ്പാർട്ട്മെന്റ്, അതായത് HR ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പെർ എംപ്ലോയി. അപ്പം ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്, ശ്രദ്ധിക്കണം അത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അപ്രോക്സിമേഷൻ. അപ്പോൾ 25 ഇൻറ്റു 81 റൂട്ട് 9 ഇൻറ്റു 16 റൂട്ട് 25 റൂട്ടായിരുന്നല്ലോ. എന്നിട്ട് അവിടെ അത് മാത്രം റൂട്ട് എഴുതിയില്ല, അത് കണക്ക് എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ 5 ഇൻറ്റു 9 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 റൂട്ട് 2 മൈനസ് ഇവിടെ 3 എടുക്കണം, 3 സ്ക്വയർ 9. ഓക്കെ, 9×5 45 × 2 45 × 2 90 9 81. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 35%. 35% എങ്ങനെ എഴുതാടെ? 7/20 എന്ന് എഴുതാമല്ലോ. 7/20 ഇൻറ്റു 260 പ്ലസ് 60% 3/5 എന്ന് എഴുതാം ഇൻറ്റു 510 മൈനസ് ഇത് 108 എന്ന് എഴുതാനേ പറ്റത്തുള്ളൂ പ്ലസ് 25. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓരോ പൂജ്യം വെട്ടി ഇവിടെ 13 7 എത്ര 70 91 വരും. ഇവിടെ 15 50 102 102 306 മൈനസ് 108 പ്ലസ് 25. ഇനിയിപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും തന്നെ ഉള്ളൂ. ഇത് ആദ്യമേ നമുക്ക് എല്ലാവരും കൂടെ കൂട്ടാം. 306 397 397 3 കൂടെ ആകുമ്പോൾ 400 422. 422 നിന്നും 108 കുറച്ചാൽ മതി. 422 നിന്ന് 100 കുറച്ചാൽ തന്നെ 322 ആകും. പിന്നെ ഒരു 314 ഉണ്ടോ? ഓക്കെ, 314 ആയിരിക്കും. ഓക്കെ, 15 ഇൻറ്റു 3 ഇവിടെ 45 എന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതാമല്ലോ. മൈനസ് ഇവിടെ 112 എന്ന് എഴുതാം പ്ലസ് 75/5 അല്ലേ? 75/5 ആണ്. 15 5 75 ഈ സീക്വൽ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ആദ്യമേ കൂട്ടാം. 90 മൈനസ്, അപ്പം മൈനസ് വരും. -32 ആയിരിക്കും. -32 ഇല്ല,
45 5 50 10 60 സോറി 60 90 പറഞ്ഞു 60 മൈനസ് 112 മൈനസ് 52 നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 21 15 ഇൻറ്റു 5 ഇവിടെ 75 പ്ലസ് 25/5 5 ഈക്വൽ ടു എക്സ് മൈനസ് 200 6ന്റെ ക്യൂബ് 216. ഇവിടെ 75 5 80 216 296 ഡയറക്റ്റ് ചെയ്യാമെന്നായിരുന്നു. ഓക്കെ അപ്പോൾ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ അടുത്ത റോങ് നമ്പർ സീരീസ് ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം. റോങ് നമ്പർ സീരീസ് അതായത് ഏതോ ഒരു നമ്പർ തെറ്റാണ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഗസ് ചെയ്യും? 27 9 18 6 കുറയുന്നു കൂടുന്നു. സോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സീക്വൻസ് ആകാമെന്നൊരു ഗസ്സിൽ പോവാം. നമുക്ക് അറിയില്ലല്ലോ. 27 9 ആക്കണേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് ഞാൻ കരുതാം. ഇവിടെ 9 18 ആക്കണേ 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ സെറ്റ്. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ഇതുവരെ സെറ്റ് ആണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും ബൈ 3. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ആയിട്ടുള്ള 8 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ 10 ആയിരിക്കും റോങ് നമ്പർ. ഓക്കെ അത് എളുപ്പമായിരുന്നു, ഡയറക്റ്റ് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞും കൂടി പോകുന്ന ഇങ്ങനെ ഓൾട്ടർനേറ്റ് അല്ലാതെ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലും അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുക. അതല്ലേ നമ്മൾ വേറെ ലോജിക്ക് നോക്കേണ്ടി വരും. ഇതോ 1204 1100 കുറഞ്ഞു ഇതെല്ലാം കുറഞ്ഞു തന്നെ പോകുന്നത്. അപ്പം നമുക്ക് ഡിഫറൻസ് എടുക്കാനല്ലേ പറ്റത്തുള്ളൂ. 1140 കൂടെ എത്രയുടെ കൂട്ടുമ്പോഴാടെ 1140 60 കൂട്ടിയ 1000 അപ്പോൾ 64. അതായത് ഇവിടെ നിങ്ങോട്ട് കുറയുവാണേ. അപ്പോൾ ഞാൻ കുറയുകയാണ്. എല്ലാം കുറഞ്ഞു തന്നെ വന്നു. അപ്പോൾ ഇട്ടില്ലാലും കുഴപ്പമില്ല. 797 കൂടെ 1000 വെച്ചിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. 797 3 കൂടെ കൂട്ടിയ 800 ആയി. അപ്പോൾ 3 കൂട്ടി 800. 800 നിന്ന് 200 കൂട്ടിയ 1000. 1000 നിന്ന് 140 കൂട്ടിയപ്പോൾ 200 300 സോറി 343. ഓക്കെ ഇപ്പൊ ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇപ്പോഴേ ആ പ്രത്യേകത തോന്നിയാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് 4ന്റെ ക്യൂബും ആണ് 8ന്റെ സ്ക്വയറും ആണ്. അപ്പൊ 8ന്റെ സ്ക്വയർ എഴുതാം, കാര്യം അതല്ലേ അടുത്ത്. ഇത് 7ന്റെ ക്യൂബാണ്. ഓക്കെ ഇത് അങ്ങനെയാണെങ്കിൽ 8ന്റെ സ്ക്വയർ 7ന്റെ ക്യൂബ്. ഈ ഗസ്സിലാണ് 7 അല്ല 6ന്റെ സ്ക്വയർ വരണം. നോക്കട്ടെ. കറക്റ്റാണ് 36 ആണ്. ഓക്കെ നമ്മുടെ ഗസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ആയിരിക്കും? 8 7 6 5ന്റെ ക്യൂബ് ആയിരിക്കും 125. നോക്കേ 125 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 8 7 6 5 4ന്റെ സ്ക്വയർ 16 ആയിരിക്കും. 625ന്റെ കൂടെ 16 അല്ല, ഇവിടെ 11. അതായത് ഈ ഇവിടം വരെ കറക്റ്റ് ആയിരുന്നല്ല. അപ്പൊ 636 16 കുറയ്ക്കുന്നതായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. അപ്പൊ 625 റോങ്. ഇനി നിങ്ങൾ കൺഫേം ചെയ്യണം. 636 16 കുറച്ചേ 620 വരത്തില്ല. ഇനി അടുത്ത എത്ര? 4ന്റെ സ്ക്വയർ കഴിഞ്ഞാൽ അടുത്ത 3ന്റെ ക്യൂബ് അല്ലേ? 27. ഇതിൽ നിന്ന് 27 കുറച്ചേ 627 590 വരുന്നുണ്ട്. കറക്റ്റ് ആണല്ലോ, എല്ലാം സെറ്റ് ആണല്ലോ. അപ്പൊ ഇതാണ് ലോജിക്ക്. 625 റോങ് നമ്പർ. ഓക്കെ ഇനി ഈ ക്വാണ്ടിറ്റി അതായത് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആർ ഇൻവെസ്റ്റഡ് ₹3 ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10% per annum for 2 years and received 2242.8. ഓക്കെ ഇപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ A-100 ആണ് കണ്ടുപിടിക്കേണ്ടത്. A കിട്ടണമെങ്കിൽ 10% 2 വർഷത്തേക്കാകുമ്പം 100 10ന്റെ സ്ക്വയർ 100 121 21 രൂപയല്ലേ പലിശ. 21 രൂപയ്ക്ക് പകരം 2242.8 ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രാവശ്യം. വീണ്ടും 142. ഓക്കെ 21. ഇത് തന്നെയല്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് റുപ്പീസ്. ഇൻട്രസ്റ്റ് തന്നെ ഒരു പ്രാവശ്യം 21, ബാക്കി 1 4 അടങ്ങത്തില്ല. 22. എന്തായാലും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്താൽ വാല്യൂ കിട്ടുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എയിലോട്ട് എത്താൻ പറ്റും. കറക്റ്റ് ആ വാല്യൂ ഒന്ന് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2 ഇൻവേഴ്സ് ₹A ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് 7.5 for 4 years റിസീവ്ഡ്. അവിടെ എയിൽ നിന്ന് നമുക്ക് ആൻസർ ഇടാം. നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് ആൻസർ
കിട്ടണം എന്നല്ല, ആൻസർ കിട്ടാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഇതിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇതിൽ നിന്ന് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എലോൺ ആൻഡ് 2 എലോൺ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടുഗദർ ആർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് എലോൺ ഈസ് സഫിഷ്യൻറ്റ്. രണ്ടിനെയും എലോൺ രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. രണ്ടും ഒരുമിച്ചാക്കേണ്ട കാര്യം, രണ്ടിനും രണ്ട് വാല്യൂ അല്ലെങ്കിൽ ഈ വാല്യൂ നമുക്ക് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഒരു 21 പിന്നെ ഒന്നുണ്ട്, 4 ചേർന്ന് അടങ്ങത്തില്ല, 0 കൊടുത്തു. 142 6 പ്രാവശ്യമാകുമ്പോൾ 126, 7 പ്രാവശ്യമാകുമ്പോൾ 6 പ്രാവശ്യമാകുമ്പോൾ 126, 142 ബാക്കി 16 ഉണ്ട്, 168, അപ്പോൾ 8 പ്രാവശ്യം 106.8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 106, ഇതിനെ 100 കൊണ്ട് ഗുണിക്കണ്ട, 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 12, ഇതായിരിക്കും നമ്മളുടെ ആർ ഇൻവെസ്റ്റഡ് 3A ആണിത്. എങ്കിൽ എ എന്തായിരിക്കും? ബൈ 3 ആയിരിക്കും. 3 9 16 13 15 18 6 3560 എ കിട്ടി. എയിൽ നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കും. കണ്ടോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൽ നിന്ന് എ വരെ എത്തിയതുണ്ടോ? ഇതേപോലെ ഇതിൽ നിന്ന് എയിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് എലോൺ ഈസ് സഫിഷ്യൻറ്റ്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ 2 ഡിജിറ്റ് നമ്പർ? 3/8 of the number is 30%. What is it today? 3/8 of the number is 3/8. അതായത് ഇപ്പോൾ എക്സ് ആണ് നമ്പർ എങ്കിൽ അതിൻ്റെ 3/8 എന്ന് പറയുന്നത് 30% എന്ന് പറഞ്ഞാൽ 3/10 ഓഫ് എക്സ് ആയിരിക്കും. ഇതിൽ നിന്ന് എക്സ് നമുക്ക് കിട്ടത്തില്ല. 3/8 of the number is 30% of that number. കാര്യം എക്സ് ക്യാൻസൽ ആയി പോകുമല്ലോ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 4/5 ഓഫ് ദാറ്റ് നമ്പർ ഈസ് ലെസ് ദാൻ ദ നമ്പർ ബൈ 4/5 ഓഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ ദ നമ്പർ ബൈ 12. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിനേക്കാളും 12 കുറവാണ്. ഇതിൽ നിന്ന് പറ്റുമെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 5x മൈനസ് 12 60 എന്ന് എഴുതാം. അപ്പോൾ 5x അപ്പോൾ എക്സ് ഇസിക്കൽ ടു 60 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തേതിൽ നിന്ന് കിട്ടും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എലോൺ ഈസ് സഫിഷ്യൻറ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 എലോൺ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഓക്കെ. അടുത്ത ഇപ്പം നിങ്ങളുടെ ഹോംവർക്ക് വന്നിട്ടുണ്ട്. ഹാഫ് ഓഫ് ദ ടോട്ടൽ ബോയ്സ് ഇൻ ക്ലാസ് എ ആർ 15 ടോട്ടൽ സം ഓഫ് ദ ബോയ്സ്. അല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസിൽ ഡി ആണ്. നോക്കിയാൽ ടോട്ടൽ ബോയ്സ് ഒക്കെ കറക്റ്റ് കാണുമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നത് ബ്ലറായി പോയായിരുന്നു. ടോട്ടൽ ബോയ്സ് ഇൻ ക്ലാസ് എ ആർ ഈക്വൽ ടു ടോട്ടൽ ഗേൾസ് ഇൻ ക്ലാസ് ബി. ഗേൾസ് ഇൻ ക്ലാസ് എ ആർ ഹാഫ് ഓഫ് ദ ടോട്ടൽ ബോയ്സ് ഇൻ ബി. ടോട്ടൽ ബോയ്സിനൊക്കെ ഡേറ്റാസ് ഉണ്ട് 26. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ ഇത്, 28ാമത്തെ ക്വസ്റ്റ്യൻ ഇത്, 29ാമത്തെ ക്വസ്റ്റ്യൻ ഇത്, 30ാമത്തെ ക്വസ്റ്റ്യൻ ഇത്. ഓക്കെ, ചെയ്തിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന കണക്ക് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച് ഭയങ്കരമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആൻസേഴ്സ് ചെയ്തിട്ട് ഇൻ കേസ് അപ്പോൾ എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതല്ല, പഠിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിയാണ്, ഞാൻ ഓരോ ടോപ്പിക്കും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കുകളും പഠിക്കാൻ പറ്റും, ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ, അപ്പോൾ ഓൾറെഡി പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചവർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ ടോപ്പിക്കുകൾ പഠിച്ചു പോയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, മെത്തേഡിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.